ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൽ 4 കുട്ടികളാണ് തൊട്ടിലിന്മേൽ സംസാരിച്ചിട്ടുള്ളത്. 4 സന്ദർഭങ്ങളിലായി ഇതാ ഇവിടെ പറയുകയായി. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെയും സുലൈഹ ബീബിയുടെയും ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ആ ചരിത്രത്തിലെ സാക്ഷിയായ ആ കുട്ടി. കാരണം അന്ന് രാജ്ഞിയായിരുന്നപ്പോൾ യൂസുഫ് നബിയുടെ പുറകിൽ നിന്നും ആ സുലൈഹ ബീബി പിടിക്കുകയുണ്ടായി. അപ്പോൾ ആ കുട്ടി സാക്ഷിയായി പറയുകയാണ്, അവളിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ അവൾ കള്ളം പറഞ്ഞു, അവൻ സത്യം പറഞ്ഞു. മുമ്പിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ അവൻ കളവ് പറഞ്ഞു, അവൾ സത്യം പറഞ്ഞു എന്നാണ്. ജുറൈജ് എന്ന് ഒരു സാലിഹിൻ്റെ കഥയാണ്. അദ്ദേഹം ഒരു സ്ത്രീയുടെ പേരിൽ വ്യഭിചാരം ആ നാട്ടുകാർ പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് ഇദ്ദേഹം നമസ്കരിച്ചുകൊണ്ടിരിക്കുകയും ഉടൻ തന്നെ ഒരു കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞ് പറയുകയാണ്, ഇത് എൻ്റെ പിതാവ് ആട്ടിടയനാണെന്ന് പറയുകയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം അവിടെ തെളിയുകയാണ്. 3 മസീഹുൽ ഈസാ നബി അലൈഹിസ്സലാമാണ്. മറിയം ബീബി അന്ന് പ്രസവിച്ചപ്പോൾ ആളുകൾ സംശയിച്ചു, നിനക്ക് ഭർത്താവില്ലാതെ എങ്ങനെയാണ് നിനക്ക് കുഞ്ഞുണ്ടായത് എന്ന്. വിശുദ്ധ ഖുർആനിൽ തീർച്ചയായും അള്ളാഹു ആ തൊട്ടിലിൻ്റെ വിവരം അവിടെ ഖുർആനിലൂടെ പറയുകയാണ്. ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്, അള്ളാഹു എന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു, അവൻ എനിക്ക് വേദഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ാമത്തത് ധിക്കാരിയായ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, അവൻ്റെ ധിക്കാരം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ആ പിഞ്ചോമനകളെ ചുട്ടരിച്ചപ്പോൾ അതിലൊരു പിഞ്ചോമന, മുലകുടി മാറാത്ത ആ പിഞ്ചോമന മാഷിദ ഉമ്മാൻ്റെ ആ പൊന്നുമോൻ പറയുകയാണ്, ഉമ്മ എന്നെ ഇവരിട്ട് കരിക്കുന്നെങ്കിൽ, ആ ഫിർഔനിട്ട് കരിക്കുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നമ്മുടെ അള്ളാഹു സംരക്ഷിക്കും, നമുക്ക് സ്വർഗം തരും ഉമ്മ വിഷമിക്കരുത്, സമാധാനിക്കൂ എന്ന് അവിടെ ആശ്വാസം അവിടെ പിഞ്ചോമന പറയുകയാണ്. അതാണ് 4ാമത്തെ സംഭവം.